CM-ന് നടക്കാത്തൊരു കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? അത് അള്ളാഹ് തിരിഞ്ഞ ആൾക്ക് എന്തു നടക്കും? CM-നെ പോലത്തെ ഒരാൾ ആകാശത്തിന്റെ സൈഡ് പൊട്ടിച്ചിട്ട് ഭൂമിയിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ അത് സംഭവിക്കാം എന്ന് ഞാൻ പറയും. അത് ഞാൻ പറയും. എന്തുകൊണ്ട്? അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ള കാര്യം പരിശോധിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊരാൾ തെളിവോടുകൂടെ പറഞ്ഞാൽ എനിക്കതിൽ യാതൊരു മടിയില്ല. അങ്ങനെ സംഭവിക്കാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഭൂമിയിലെ എല്ലാ പ്ലേറ്റും ഒരു ദിവസം CM വിചാരിക്കുകയും പറക്കാതിരിക്കുകയും പൊങ്ങാതിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനതിൽ സംഭവിക്കാന്ന് പറയും. സംഭവിക്കാം. അതിപ്പോ സുന്നികൾ തന്നെ ആയിരുത്ത ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അങ്ങനെ സംഭവിച്ചു എന്നല്ല. ഒരു മൗലിയർ പറയാണ് എന്ത്, ഞാൻ CM-ന് ഫാത്തിയോതി എന്തൊരു വിമാന അപകടത്തിൽപ്പെട്ടപ്പോൾ CM-ന് ഫാത്തിയോതി, CM വിമാനം നിയന്ത്രിച്ചു എന്തോ എനിക്ക് ഓർമ്മയില്ല എന്താണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ പേര് വലിയ കോലാലുണ്ടായി, CM വിമാനം നിയന്ത്രിക്കുകയെന്ന്. ഞാൻ പറയാണ് ഈ ഭൂമിയിലെ സകല വിമാനവും CM നിയന്ത്രിക്കാം. എന്തുകൊണ്ട്? അയാൾ ആരിഫാണ്. ഒരാളുടെ അടിസ്ഥാന ബാധ്യത പറഞ്ഞാൽ പടച്ചോന് നന്ദി കാണിക്കലാണ്. പടച്ചോന് നന്ദി കാണിക്കാത്തവരെ ആദരിക്കുന്നതിൽ ഒരർത്ഥമില്ല. പിന്നെ എന്ത് ചെയ്യാം? ഒരു കനിവ് കൊന്നാം. അവർ അമുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് അവസരമില്ല. ഒരു മുസ്ലിമായ നിരീശ്വരവാദിക്ക് അവസരമില്ല. മുസ്ലിമായ നിരീശ്വരവാദിയോട് കനിവ് കാണിക്കണമെന്നില്ല. അതിൻ്റെ അർത്ഥം അയാളെ കൊല്ലണം എന്നല്ല ഞാൻ ഈ പറഞ്ഞർത്ഥം. ഒരു ബഹുമാനം അയാൾക്ക് കൊടുക്കേണ്ടയില്ല. അയാൾക്ക് അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ ഇഷ്ടം പോലെ അവസരം ഉണ്ടായി, എന്നിട്ട് അയാൾ തിരിഞ്ഞടക്കുകയാണ്. 1. 2, അയാൾ ജനങ്ങൾക്കിടയിൽ ആകാണ്, അഹങ്കാരിയാണ്. ഇയാളിൽ നിന്നാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അകന്നുപോണ്. ഇയാളെപ്പോലത്തെ ആളുകളെ കൊണ്ടാണ്. ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ല, തെറ്റൊന്നും അല്ലത്. തെറ്റല്ലേ, തെറ്റന്നെ. പക്ഷെ അതേ സമയത്ത് അവരോട് കനിവ് നമുക്ക് കാണിക്കാം. എന്തുകൊണ്ട്? അവർക്ക് മറ്റുള്ളവരെ പോലെ അവസരം ഉണ്ടായിട്ടില്ല. അവസരം ഉപയോഗപ്പെടുത്താതൊക്കെ ആകാം. എന്നാലും ഒരു സ്നേഹം, മുസ്ലിങ്ങളാണ്, അവർക്ക് നമ്മളെ പറ്റി എത്ര അറിയൂ? മനസ്സിലാവുണ്ട് പറഞ്ഞ ചിന്തിക്കണം. അപ്പോൾ ഈ എന്ത് പറയാനാ ഇപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താ? ഒരാൾ ചോദിച്ചു. നിങ്ങൾ ചോദിച്ചോണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്തലാണ് ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ബാധ്യത. റസൂലിനെ അംഗീകരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആദ്യത്തെ ബാധ്യതയാണ്. അതിൽ ഒരാൾ പുറകോട്ട് പോകാൻ പാടില്ല. ഒരാൾ വലിയ PhD ആണ്, അയാൾ വലിയ PhD വായിച്ചിട്ടുണ്ട്, അയാൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്നു, അല്ലെങ്കിൽ അയാൾ MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു, ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്നു. അതൊന്നും ന്യായമല്ല. അതൊന്നും ആകൽ മനുഷ്യന് വാജിബില്ല. മനുഷ്യന് വാജിബ് അവൻ്റെ സ്രഷ്ടാവിനെ കണ്ടെത്തലാണ്. അത് വാജിബ്, അത്രയും വാജിബ്. പ്രധാനമന്ത്രി ആകലോ, മണ്ഡലം MLA ആകലോ, അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആകലോ ഒരു മനുഷ്യന് വാജിബില്ല. അന്നും വാജിബില്ല. മനുഷ്യന് വാജിബ് നിർബന്ധം അവൻ്റെ പടച്ചവനെ കണ്ടെത്തലാണ്. ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു പണ്ഡിതൻ ഓടിപ്പോയ സംഭവം. ആരാണ് ആ പണ്ഡിതൻ? ഇമാം ഗസാലി. അത് ഭയങ്കര സംഭവമാണ്. അതായത് വിജ്ഞാനത്തിൻ്റെ സൂര്യൻ എന്ന് പറയാം. വിജ്ഞാനത്തിൻ്റെ സൂര്യനാണ് അക്കാലത്ത് ഇമാം ഗസാലി. ഈ മനുഷ്യൻ ആകെ ജീവിച്ചത് 55 കൊല്ലം. അതിൽ 11 കൊല്ലം എവിടെയെന്ന് ആർക്കും അറിയില്ല. എന്നാണ് ഈ മനുഷ്യൻ ഓടിയത്. ഈ മനുഷ്യന് വലിയൊരാളായി, മഹാപണ്ഡിതനായി, രാജ്യത്തെ ഓടി നടക്കുന്ന പണ്ഡിതൻ, എല്ലാ മനുഷ്യന്മാർക്കും അഭയം തേടാവുന്ന ഫത്വ കൊടുക്കുന്ന ആള്. ആ മനുഷ്യനെ പോലത്തെ ഒരു പണ്ഡിതൻ അന്ന് ലോകത്തില്ല. അങ്ങനത്തെ പണ്ഡിതനായിരുന്നു ആര്? ഇമാം ഗസാലി. അന്നേരത്തെ നാടുപോയി. ആർക്കും അറിയില്ല എവിടെയെന്ന്. 11ാമത്തെ കൊല്ലം തിരിച്ചു വരുന്നത്. എന്തുകൊണ്ട്? അള്ളാഹനെ മനസ്സിലായില്ല. പിന്നെ തിരിച്ചു വന്നപ്പോൾ അള്ളാഹനെ മനസ്സിലായിട്ടുണ്ട്. ഞാനിപ്പോൾ അള്ളാഹ് പറയാം. പക്ഷെ എനിക്കത് തിരിയാതിരിക്കുക. അതിൻ്റെ അർത്ഥം നമുക്ക് തിരിഞ്ഞു, ഗസാലിക്ക് തിരിഞ്ഞില്ല എന്നല്ല. നമുക്ക് തിരിഞ്ഞിട്ടില്ല. നമ്മളെന്താ ക്ലാസ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹനെ തിരിഞ്ഞിട്ടില്ല. ഗസാലി ഇമാമിന് എനിക്ക് റബ്ബിനെ തിരിഞ്ഞു. റബ്ബിനെ തിരിഞ്ഞിട്ടില്ല എന്നെങ്ങാനും മനസ്സിലായ അമ്മ അന്ന് രാജിച്ചു. രാജിക്കാത്തവർ അക്കാലത്ത് വേറെയും പണ്ഡിതന്മാരുണ്ട്. ഓരോന്നും മരണം വരെ രാജിച്ചില്ല. ഒരു അള്ളാഹനെ തിരിയാതെ മരിക്കുകയും ചെയ്തു.
ഒരു മനുഷ്യന്, നിങ്ങൾ ചിന്തിച്ചു, ഒരു മനുഷ്യന്, ഈ ഒരു മനുഷ്യന് 58 ജനനം, AD 1058 ജനനം, AD 1058 ജനനം, 1111 മരണം. അപ്പോൾ അറബി കണക്കനുസരിച്ച് 55 വയസ്സ്, ഇംഗ്ലീഷ് കണക്കനുസരിച്ച് 53 വയസ്സ്. എന്നിട്ട് ഈ മനുഷ്യന് 53 വയസ്സ് ജീവിക്കുന്ന ഈ മനുഷ്യൻ 11 കൊല്ലം കാണാനില്ല, എവിടെയെന്ന് അറിയില്ല. 11ാമത്തെ കൊല്ലം തിരിച്ചു വരുന്നത്, 10 കൊല്ലം കാണാനില്ല. എന്ത്? അദ്ദേഹത്തിന് തോന്നി എനിക്ക് റബ്ബിനെ മനസ്സിലായിട്ടില്ല. അപ്പോഴും അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കുക തന്നെയാണ്. ആ നാട്ടിലെ ഏറ്റവും വലിയ മുഫ്തിയാണ്. ഇന്നത്തെ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ കൂട്ടിയാലുള്ള ഒരു യൂണിവേഴ്സിറ്റിയേക്കാൾ വലിയ യൂണിവേഴ്സിറ്റിയാണ് മദ്രസത്തുൻ നിസാമിയ. അതിൻ്റെ പ്രിൻസിപ്പാളാണ്. എന്നാ പ്രിൻസിപ്പാൾ ആകുന്നത് 25ാമത്തെ വയസ്സിൽ, 23ാമത്തെ വയസ്സിൽ. അങ്ങനത്തെ ചരിത്ര മദ്രസത്തുൻ നിസാമിയയിൽ അങ്ങനത്തെ പ്രിൻസിപ്പാൾ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ കൂട്ടിയാൽ അത്ര വലിയ സ്ഥാപനമാണ് അന്ന് മദ്രസത്തുൻ നിസാമിയ. രാജാക്കന്മാരും മന്ത്രിമാരും നേരിട്ട് വന്നിട്ടാണ് സംസാരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണക്കാർക്കൊന്നും ഇങ്ങോട്ട് വരൂല. അത്രയും സമുദായ സ്ഥാപനമാണത്. അക്കാലത്തെ പണ്ഡിതന്മാരാണ് അവരെ പഠിക്കുക, ഉന്നതന്മാർ. അവർക്ക് സംശയം തീർത്തു കൊടുക്കുന്ന ആളാണിത്. പക്ഷെ ഈ മനുഷ്യന് എന്ത് മനസ്സിലായി? എനിക്ക് റബ്ബിനെ അറിയില്ല. അതിലാണ് തപ്പി, ആ റബ്ബിനെ തപ്പി 10 കൊല്ലം. ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിലെ പാറയുടെ ചുവട്ടിൽ, ഖുബത്തു സഖ്റയിലെ പാറക്കല്ലിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന നേരത്ത് അള്ളാഹു വാതിൽ തുറന്നു കൊടുത്തു. അള്ളാഹു മനസ്സിലായി. ആ വർഷം മുഴുവനും മദ്രസയിൽ നിന്ന് ലീവേ കൊടുത്തുള്ളൂ, പിരിച്ചുവിട്ടില്ല. ലീവേ തരുള്ളൂ. എന്തേ നിങ്ങൾക്ക്? ഹജ്ജിന് പോകണം. ആയിക്കോട്ടെ, ഹജ്ജിന് പോകണം എന്നാണ്. പിന്നെ രാജാവിനൊന്നും പറയാനില്ല. ഹജ്ജിന് പോയി. എന്താണ് ഈ ഹജ്ജ്? അൽ ഹജ്ജു അൽ ഖസ്ദു, റബ്ബിന് ഉദ്ദേശിക്കലാണ് ഹജ്ജ്. മനസ്സിലായില്ല? അള്ളാഹ് ഉദ്ദേശിച്ചു പോവുക, അള്ളാഹ് കിട്ടണം. പിന്നെ ഈ മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്നത് 10ാമത്തെ കൊല്ലാണ്, 10 കൊല്ലം പൂർത്തിയായിട്ടാണ്. പിന്നെ മക്കത്ത് വന്നു, ബൈത്തുൽ മുഖദ്ദസിന് ബോധം വന്നു, അള്ളാഹിനെ മനസ്സിലായി. പിന്നെ മക്കയിൽ പോയി ഹജ്ജ് ചെയ്തു, നേരെ ബഗ്ദാദിൽ വന്നു. പിന്നെ പിന്നെ ഒന്നുമില്ല. ബഗ്ദാദിൽ 2 കൊല്ലം താമസിച്ചു. പിന്നെ ചില്ലറക്കാലം ഇറാനിലെ തൂസിൽ താമസിച്ചു. തൂസിലാണ് അവരുടെ ഖബർ. ആ ഖബർ പോലും ലോകം കണ്ടെത്തിയത് 2005. എന്തോ ചെയ്യ. ഇമാം ഗസാലിയുടെ ഖബർ ലോകം അറിയുന്നത് 2005. അതുവരെ ആ പരിസരവാസികളെ അറിയുള്ളൂ, ആരും അറിയില്ല. പരിസരത്തെ ആളുകൾക്ക് അറിയാം ഗസാലി ഇമാമിൻ്റെ. ഞാൻ ബഗ്ദാദിൽ പോകുമ്പോഴെല്ലാം ഒരു മക്ബറ കാണും. ആ മക്ബറതിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് മഖബറത്തുൽ ഇമാമിൽ ഗസാലി, ഗസാലി ഇമാം മക്ബറയാണ്. ഞാൻ എൻ്റെ ഒപ്പമുള്ളവരോട് പറയും, അല്ല, അതൊരിക്കലും അല്ല, ഇത് ഗസാലിൻ്റെ മക്ബറല്ല, ഒരിക്കലും അല്ല. എൻ്റെ മനസ്സിനോട് പറയും അത് ഗസാലിൻ്റെ മക്ബറല്ല. പിന്നെ അതെൻ്റെ മക്കാമുൽ ഇമാമുൽ ഗസാലി എന്നാണ് അവിടെ. അപ്പോൾ ഞാനതിനെ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? അവിടെ താമസിച്ചിരുന്ന കാലത്ത് അവിടെ ആയിരിക്കും വീട്. പിന്നെ ആ മനുഷ്യൻ മരിച്ചപ്പോൾ ഈ ജനം ആ വീടിനെ ആദരിച്ച് അങ്ങനെ ആയിട്ടുണ്ടാവാം. ഏതായാലും അവിടെ ആളുകൾ ദുആ ചെയ്യാനൊക്കെ പതിവുണ്ട്. ഞാനും അവിടെ പോയി ഗസാലി ഇമാമിനെ ഫാത്തിഹ ദുആ ചെയ്യും. ഒരു യാസീനോട് ദുആ ചെയ്യാൻ മനസ്സ് വരൂല. എന്തുകൊണ്ട്? അത് ഗസാലി ഇമാമിന് മക്ബറ അല്ല. ഒരു ഫാത്തിഹ ഗസാലി ഇമാമിനെ ഹദിയ ചെയ്ത് ദുആ ചെയ്ത് പോരും. എനിക്കത് അറിയാതെ അതല്ല. ഈ പിന്നീട് ഈ അടുത്ത കാലത്ത് വിവരം കിട്ടി ഗസാലി ഇമാമിന് മക്ബറ തൂസിലാണ്. പക്ഷെ അത് ലോകം ഇരുളടഞ്ഞ് കിടക്കിയിരുന്നു. പരിസരത്ത് ആളുകൾ ഇങ്ങനെ ഒരു ഗ്രാമം മാത്രമേ അറിയൂ, ലോകത്തങ്ങനെ കൂടുതൽ ആളുകൾ അറിയില്ല. അദ്ദേഹം അത് ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം എന്നും പുറകോട്ട് പോകാനാണ് തോന്നിയത്. ശൂറത്ത് അവരെ ആഗ്രഹിക്കൂല. തൂസ് എന്ന അതും വലിയ വിഷയം, അത് ഇറാനിലാണ്. അതുകൊണ്ട് ഇറാൻ സർക്കാർ അന്നും ഇന്നും ആദരിക്കൂല അത്. എന്തുകൊണ്ട്? ഇത് സുന്നികളുടെ നേതാവാണ്. ഇറാൻ എന്ന് ഭരിച്ച ഷിയാക്കളാണ്. തിരിഞ്ഞിട്ടില്ല. സുന്നികളുടെ നേതാവാണ് ആര്? ഇമാം ഗസാലി. അതുകൊണ്ട്
ഇറാൻ സർക്കാർ ഒരു കാലത്തും അതിനൊരു പ്രത്യേകത കൊടുക്കൂല. ഒരു മരുഭൂമിയുടെ നടുവിലൊരു ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ് ഇപ്പോഴും. ആരാണ് ഇയാൾ? അങ്ങനത്തെ ഒരാൾ 1000 കൊല്ലത്തിനുള്ളിൽ വന്നൊരാൾ വാദിച്ചാൽ അവൻ കള്ളനാണ്. അതാണ് ഇമാം ഗസാലി. അങ്ങനെ ഒരാൾ 1000 കൊല്ലത്തിനുള്ളിൽ ലോകത്ത് വന്നിട്ടില്ല. അങ്ങനത്തെ ആളാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാ. ഇമാമിന്റെ ചിന്തകളെ നമ്മൾ കൊണ്ടുവരണം. എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാനിപ്പോൾ ഈ അടുത്ത ദിവസം ഈ പുസ്തകത്തിലുണ്ട്, തിരുദൂതർ എന്ന പുസ്തകത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചില സാൽവേഷനെ കുറിച്ചുള്ള ഒരു വിഷയം അവിടെ പറയുന്നുണ്ട്. അതിൽ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചോ? കഴിഞ്ഞോ? സാൽവേഷനെ പറ്റിയൊരു വിശദീകരണം. ഫൈസലു തഫ്രീഖ, ആരെയെല്ലാം അല്ലാഹു തആല അമുസ്ലിമീങ്ങളെയും അല്ലാഹു തആല പരലോകത്തിൽ രക്ഷപ്പെടുത്താം എന്നതിന് ഇമാം ഗസാലിയുടെ ഒരു വേറിട്ട ചിന്തയുണ്ട്. മനസ്സിലായില്ല? അവർക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ അവർ നിരപരാധികളാണ് എന്നൊരു ചർച്ച, സാൽവേഷനെ കുറിച്ചുള്ള ചർച്ചയിൽ ഫൈസൽ തഫ്രീഖ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഗസാലി പറയുന്നത് ഇതിലേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിലുണ്ട്, തിരുദൂതർ എന്ന പുസ്തകത്തിലുണ്ട്. മുസ്ലിം ലോകത്ത് 1000 കൊല്ലത്തിനിടയിൽ വന്ന ഏറ്റവും വലിയ ആൾ ഇമാം ഗസാലിയാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ മനുഷ്യനെ നിങ്ങൾ ചിന്തിക്കുക, ഈ മനുഷ്യൻ അള്ളാഹുവിനെ മനസ്സിലായില്ല. നമ്മൾക്കതൊരു വിഷയമായത് നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കണം എന്നൊരു വിഷയമുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ മാറും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യത അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. അള്ളാഹുവിനെ മനസ്സിലാവൂല എന്ന് മനസ്സിലാക്കൽ, എന്നാലും അള്ളാഹുവിനെ അവൻ കണ്ടെത്തും. മനസ്സിലായില്ല? അള്ളാഹുവിനെ ഒരിക്കലും സൃഷ്ടിക്ക് മനസ്സിലാവൂല, പക്ഷേ എന്നാലും അവൻ അള്ളാഹുവിനെ കണ്ടെത്തും. ആ മനസ്സിലാകാത്ത ഒരു കണ്ടെത്തലുണ്ടല്ലോ. മനസ്സിലായില്ല? ഒരു കാര്യത്തെ മനസ്സിലാകാതെ തന്നെ അതിനൊരു കണ്ടെത്തലില്ലേ? അതെനിക്ക് മനസ്സിലാവൂല എന്നൊരു കണ്ടെത്തൽ. ഇത് നമ്മൾ മനസ്സിലായി എന്ന രൂപത്തിൽ നടക്കുകയാണ്. നമുക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ആർക്കറിയില്ല? ആർക്കും അറിയില്ല. അറിയുന്നവരില്ലേ? ഉണ്ടാകാം. ചിലപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രകാശം അടിച്ചാലും മതി. ഞാൻ ഈ അള്ളാഹനെ അറിഞ്ഞവരില്ല എന്ന് വാദിക്കല്ല, പക്ഷെ ഒരു പ്രകാശം അടിച്ചാൽ മതി. ഇപ്പൊ തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ വയൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കണ്ടവർ തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ വയൽ പറഞ്ഞ ആളൊന്നും അല്ലല്ലോ, ഒന്നുമല്ല. നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഒരു വലിയ ദിക്റും ചൊല്ലി നടക്കുകയാണോ? അതുമല്ല. ഒരു മൂകനായ മനുഷ്യൻ, മിണ്ടൂല. എപ്പോഴെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞു. ആ പിന്നെ എന്താ പറയുക, കീശ്ശേരി അങ്ങാടിയിലെ ആ ഇതിൻ്റെ മേലെ അങ്ങനെ കാലും കേട്ടി ഇല്ലേ, ഓർമ്മയില്ലേ? അതൊക്കെ ആ പീടിൻ്റെ മേലെ അങ്ങനെ ഇരിക്കും, മൗനമായിട്ടിരിക്കും. എന്താ കാരണം? അത് അള്ളാഹനെ തിരിയലാണ്. അള്ളാഹനെ തിരിഞ്ഞുകൊണ്ടാണ്. അള്ളാഹനെ തിരിയലാണ്. അപ്പൊ ആ മനുഷ്യനെ നമ്മൾ ആദരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മനുഷ്യനെ നമ്മൾ ആദരിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹനെ മനസ്സിലായതാണ്. ഇപ്പൊ CM വലിയുള്ള നിങ്ങളുടെ ഈ ഇവിടുത്തെ എല്ലാ ഇവരും കൂട്ടിക്കെട്ടിയാൽ CM വലിയുള്ളയുടെ രോമത്തിനെത്തൂല. ഞാനതിന് കറാമത്ത് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ആളല്ല. ഒരാൾക്ക് CMന്റെ കറാമത്ത് പറഞ്ഞാൽ അത് ഏറിയെന്ന് എനിക്ക് അഭിപ്രായമേ ഇല്ല. ഒരു സമൂഹത്തിനൊരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവരുടെ ഈമാന്റെ കമ്മിയാണ്. അതോടെ ആ മനുഷ്യന് കറാമത്തില്ലാതിരിക്കൂല. ഇപ്പൊ CMന്റെ കറാമത്ത് CMന് നടക്കാത്തൊരു കാര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കണേ. എന്തുകൊണ്ട്? അത് അള്ളാഹനെ തിരിഞ്ഞ ആൾക്ക് എന്തും നടക്കും. CMനെ പോലത്തെ ഒരാൾ ആകാശത്തിന്റെ സൈഡ് പൊട്ടിച്ചിട്ട് ഭൂമിയിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ അത് സംഭവിക്കാം എന്ന് ഞാൻ പറയും. അത് ഞാൻ പറയും.
എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ള കാര്യം പരിശോധിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊരാൾ തെളിവോടുകൂടെ പറഞ്ഞാൽ എനിക്കതിൽ യാതൊരു മടിയില്ല. അങ്ങനെ സംഭവിക്കാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഭൂമിയിലെ എല്ലാ പ്ലേറ്റും ഒരു ദിവസം CM വിചാരിക്കുകയും പറക്കാതിരിക്കുകയും പൊങ്ങാതിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനതിൽ സംഭവിക്കാന്ന് പറയും. സംഭവിക്കാം. അതിപ്പോ സുന്നികൾ തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അങ്ങനെ സംഭവിച്ചു എന്നല്ല. ഒരു മൗലിയർ പറയാണ് എന്ത്, ഞാൻ CMന് ഫാത്തിയോതി എന്തൊരു വിമാന അപകടത്തിൽപ്പെട്ടപ്പോൾ CMന് ഫാത്തിയോതി, CM വിമാനം നിയന്ത്രിച്ചു എന്തോ എനിക്ക് ഓർമ്മയില്ല എന്താണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ പേര് വലിയ കൊലാലുണ്ടായി, CM വിമാനം നിയന്ത്രിക്കുകയെന്ന്. ഞാൻ പറയാണ് ഈ ഭൂമിയിലെ സകല വിമാനവും CM നിയന്ത്രിക്കാം. എന്തുകൊണ്ട്? അയാൾ ആരിഫാണ്. ഈ CM എന്ന വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്കവരെ കാണേണ്ട ആവശ്യമില്ല. കണ്ടവരവരെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല, ഞാൻ അവരെ വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ CMനെ കണ്ടിട്ടില്ല. ഞാൻ CM എന്ന ആളെ കണ്ടിട്ടില്ല. കാണണമെന്ന് എനിക്ക് ഉദ്ദേശം. ഈ മനുഷ്യൻ മരിക്കണം 1993. അപ്പൊ എനിക്കെന്താ കാണീന്? ഞാൻ 1988 മുദരിസായിട്ടുണ്ട്. പിന്നെന്താ, ഞാൻ മുദരിസും കൂടി ആയിട്ട് പിന്നെ 5 കൊല്ലം കഴിഞ്ഞാൽ CM വഫാത്തായത്. ഞാൻ CMനെ കണ്ടിട്ടില്ല, കാണാൻ പോയിട്ടുമില്ല, പോകണമെന്ന് എനിക്ക് ഉദ്ദേശമില്ല, ഇപ്പോഴില്ല. എന്തുകൊണ്ട്? ഞാൻ ഈ ദുനിയാവിലെ ഔലിയാക്കന്മാരൊക്കെ എനിക്ക് കാണാൻ കഴിയും. ഞാൻ CMനെ കണ്ടത് ഇതുകൊണ്ടല്ല, ഞാൻ CMനെ കണ്ടത് ഇതുകൊണ്ടാണ്. ഒരുപക്ഷെ കേരളത്തിൽ CMന് വേണ്ടി ഏറ്റവും കൂടുതൽ വയൽ പറഞ്ഞ ആളുകളിൽ ഞാനായിരിക്കും. ഏറ്റവും വലിയ ആളെന്ന് അറിയാം. CM റഹ്മത്തുള്ളാഹിക്ക് വേണ്ടി കേരളത്തിൽ ഏറ്റവും വയൽ പറഞ്ഞ ആളുകളെ കൂട്ടത്തിൽ, ആ എണ്ണപ്പെടുന്ന ആളുകളെ കൂട്ടത്തിൽ ഒരാൾ, അതായത് കൂടുതൽ വയൽ പറഞ്ഞു എന്നെണ്ണപ്പെടുന്ന, അല്ല മഹാൻ എന്നൽക്കല്ല, എണ്ണപ്പെടുന്നതിൽ ഒരാൾ ഞാനായിരിക്കും. ഞാൻ ആര് CMനെതിരെ പറയുകയാണെങ്കിലും അവിടെ ഹാജരാകാറുണ്ട്. എന്നാ CMനെ ഞാൻ കണ്ടിട്ടില്ല, എന്നാ കാണാതിരുന്നിട്ടില്ല. ഞാൻ CMനെ കാണാത്തൊരു സമയവും ഇല്ല. CMനെ ഞാൻ കണ്ടത് എൻ്റെ കൽപ്പുകൊണ്ടാണ്. ഇതുകൊണ്ടല്ല. CMനെ ഒരാൾ എതിര് പറഞ്ഞാൽ എണീറ്റ് പോടാന്ന് ഞാൻ പറയും. അത് അള്ളാന്റെ ഔലിയാക്കന്മാരിൽ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയ നേതാവാണ് CM. നിങ്ങൾ വിചാരിച്ചതും എല്ലാവർക്കും നടക്കാത്തൊരു കാര്യമില്ല. ഭൂമി ആകാശം കൂടി ഒരു വലിയ അള്ളാന്റെ ആരിഫ് ചുരുട്ടിക്കുട്ടി പാതാളത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന് ചോദിച്ചാൽ അതെങ്ങനെ കയ്യപ്പിനെ നമ്മളൊക്കെ എവിടെയായിരുന്നു ഞാൻ തിരിച്ചു വയ്ക്കൂല. എന്തുകൊണ്ട്? നമ്മളൊക്കെ എവിടെയായാലും അത് നടക്കും. അവർക്ക് നടക്കാത്ത ഒരു കാര്യവും ഇല്ല. കാരണം അവരാരാണ്? അള്ളാന്റെ ഖലീഫയാണിടോ. അവരാണ് ഖലീഫ, ഇജ്ജല്ല. ഇന്നീ ജാഹിലും പില്ലർദി ഖലീഫ, എല്ലാവരും ഖലീഫയാക്കുക. ഇജ്ജൊക്കെ അള്ളാന്റെ ഖലീഫ. വരുന്നേ ഇന്നീ ജാഹിലും പില്ലർദി, ഇതൊക്കെ ഖലീഫ, ഇതൊക്കെ ഖലീഫയാണ്. എന്താണ് അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറഞ്ഞാൽ? ആരാണ് അത്? മുഹമ്മദ്. ആ മുഹമ്മദിനെ പേറിയപ്പോൾ ആദമും ഖലീഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖലീഫ. ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ മുഹമ്മദാ. അള്ളാഹുവിന്റെ ഖലീഫ മുഹമ്മദാ. ഖലീഫനെ എത്തിച്ച ഹാമിലുൽ ഖലീഫയാണ് ആര്? ആദം. അപ്പൊ ആദമും ഖലീഫയാണ്. ആ നിലക്ക് അല്ലാതെ ഖലീഫല്ല. നിങ്ങളെല്ലാവരും കൂടി എന്നെ പുറത്താക്കിയ ഞാൻ അത്താക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളെ പുറത്താക്കലുണ്ട്. നിങ്ങൾ പുറത്തേക്കലാണ് എനിക്ക്. നിങ്ങൾ അകത്ത് നിൽക്കുമ്പോഴുള്ള ലജ്ജ, നിങ്ങളെ കൂട്ടത്തിൽ കൂടുമ്പോൾ ഒരു ലജ്ജ ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളെ ഉള്ളിൽ നിൽക്കുമ്പോൾ ലജ്ജ ഉണ്ട്. ഈ ജാതി പോന്തായികളായ ആമക്കുകളല്ല, അന്തല്ലാത്ത കുറച്ച് നേതാക്കന്മാരും അനുയായികളും കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു മാനക്കെട്, എന്നാലും മനുഷ്യൻ കണ്ട മോശമല്ലേ. അപ്പൊ എനിക്ക് പുറത്തേക്കല്ല സന്തോഷം. ഖലീഫ മുഹമ്മദാണ് അള്ളാഹ്ക്കൊരു ഖലീഫ മുഹമ്മദാണ്. ആ ഖലീഫയുടെ ഹാമിലാണ്, ആ ഖലീഫയെ വഹിച്ച ആളാണ്. ആ നൂറിനെ വഹിച്ച് ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് ആദമിന്റെ പ്രത്യേകത. അത് നബിയല്ലേ? നബിയായിക്കോട്ടെ, അത് നബിയായിക്കോട്ടെ. പക്ഷെ ഖലീഫ എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ പൂർത്തിയാകുന്ന ഖലീഫ ആരാ? അത് മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ അതൊക്കെ അതിൻ്റെ ആ ഒരളവിലുള്ള ആളുകളാണ്. അൽ ഖലീഫത്തുൽ കാമില, സമ്പൂർണ്ണ ഖലീഫ ആരാണ്? മുഹമ്മദ് മുസ്തഫ.
അള്ളാന്റെ അമ്പിയാക്കന്മാർ, അള്ളാന്റെ ആരിഫ്യങ്ങൾ അവരാ. ഞാനും ചെന്നു അള്ളാന്റെ ഖലീഫനല്ല. എന്താ ഖലീഫ? എനിക്ക് അള്ളാനെ തിരിയോ? ഖലീഫയാണെങ്കിൽ അള്ളാൻ തിരിയണ്ടേ? അമ്പിയാക്കളും ആരിഫ്യങ്ങളും അള്ളാന്റെ ഖലീഫമാരാണ്. ഏറ്റവും വലിയ ഖലീഫ ആരാണ്? പറയട കുട്ടി, മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ അമ്പിയാക്കളൊക്കെ ഖലീഫയാണ്. പിന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഖലീഫയാണ്. അവരൊക്കെ മുഹമ്മദിന്റെ നായിബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞില്ലേ, മുഹമ്മദിയത്തിന് വഹിച്ചപ്പോൾ മുഹമ്മദിന്റെ നായിബാണ് ആദം അലൈഹിസ്സലാം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹിച്ച ആള് ആരാണ്? മുഹമ്മദ് മുസ്തഫാന്റെ ഒരു നായിബായി ആ കാലഘട്ടത്തിൽ കൊണ്ടു. അപ്പോൾ അവിടെ നായിബാണ്, നായിബുൽ ഖലീഫ. അപ്പൊ അങ്ങനെ ഖലീഫ എന്ന് പറയും. പള്ളിയിലെ ഉസ്താദ് ഉംറക്ക് പോയപ്പോൾ ഒരാൾ പള്ളിയിൽ കയറിയിരുന്നാലും അയാളെ നമ്മൾ ഉസ്താദ് എന്ന് വിളിക്കൂലേ? അത്രേ ഉള്ളൂ. ഇവരൊക്കെ നായിബുകളാണ്. യഥാർത്ഥ ഉസ്താദ് മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ ഇവരൊക്കെ സ്ഥാനത്ത് നായിബാന്നപ്പോ ഖലീഫകളാണ്. പിന്നെ കാലഘട്ടത്തിലെ ഉലമാക്കൾ പറഞ്ഞാൽ അള്ളാഹനെ തിരിഞ്ഞോലാണ്. അതാണ് ആലിമിന്റെ ഉത്തരവാദിത്തം. ആലിം എന്ന് പറഞ്ഞാൽ അള്ളാഹനെ തിരിയലാണ്. എന്തിനാ ഇവിടെ വന്നത്? എന്തിനാ അള്ളാഹു തആല ഇവിടെ ആളെ പറഞ്ഞയച്ചത്? അള്ളാഹനെ തിരിയാനല്ലേ. അല്ലാതെ ഒന്നുകൊടുക്കാൻ 3 കൊല്ലത്ത് വെള്ളം വേണോ 6 കൊല്ലത്തെ വെള്ളം വേണോ എന്ന് അറിയാനാണോ അള്ളാഹ് ഇവിടെ ഭൂമിക്ക് പറഞ്ഞയച്ചാള്? അത് തെറ്റല്ല, അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ സില്ലി കാര്യങ്ങളല്ലേ. ഏറ്റവും വലിയ കാര്യം എന്താണ്? അള്ളാഹു ഇവിടേക്ക് നമ്മളെ പറഞ്ഞയച്ച എന്തിനാ? അള്ളാഹനെ തിരിയാനല്ലേ. ഇവിടെ എങ്ങനെയാ അള്ളാഹനെ തിരിയാൻ? ഇവിടെ പണിയെടുക്കണം. കൽബിനെ ഇട്ടിട്ട് പണിയെടുപ്പിക്കണം. ജസദും കൽബും പണിയെടുക്കണം. കൽബാണ് പണിയെടുക്കേണ്ടത്, ഊഹാണ് പണിയെടുക്കേണ്ടത്. അപ്പണ് തിരിയും. ഇങ്ങനെ മൗജൂദാത്തിന് വരസണം. മൗജൂദാത്ത് ഇങ്ങനെ പഴയ കാലത്തന്നെ വരസണ ഒരു ഇതുണ്ട്, ചിപ്പ് ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ വരസിട്ട് നമ്പർ എടുത്തിട്ട് മൊബൈലിൽ കയറ്റി വിളിക്കും. അങ്ങനെ വരസും. അങ്ങനെ വരസിയാൽ അള്ളാഹനെ തിരിയും. അതിൽ കൂടുതൽ വരസികൾക്ക് കൂടുതൽ തിരിയും. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി നല്ലോണം വരസി. അങ്ങനെ ഇപ്പൊ വരസലില്ല. അപ്പൊ ഒരു പച്ച പുതപ്പ് മേൽക്കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ അതും കൂടി ഏറ്റ ഒരു കഴുത്ത് കുറെ കാലാവുമ്പോ കഴുത്ത് ബെൻഡാവും. എന്തേ? അതിന് മാത്രം സാധനം മുമ്പിൽ തോളിലിട്ടീനു. അള്ളാഹനെ തിരിയില്ല. ഒരു വലിയ ഇതിനെയും ഇട്ടാലേ തോളിന് വേദനയാവും കുറെ കാലം നോക്കുമ്പോ. നല്ലത് അള്ളാഹനെ തിരിയില്ല. അത് തെറ്റുമല്ല ശരിയല്ല. തെറ്റാ ശരി. കഴിഞ്ഞപ്പം ഒല്ലിയിടുന്ന പോലെ കളിയാക്കിയെന്നല്ല. ഒല്ലിയല്ലജി ആയാലും പിന്നെ തുണിഷാപ്പിലുള്ളത് മുഴുവൻ തോള് കിട്ടത് അള്ളാഹനെ ആരിഫ് അവിടെങ്ങായി. നീ തുണി എടുക്കാതാണെന്നാൽ അള്ളാഹനെ ആരിഫ് ആകാതിരിക്കൂല. തുണി എടുക്കാതിരുന്നിരുന്ന ഒരാള് പിന്നെ എന്ത് ചെയ്തു? പിന്നെ മമ്പർത്തങ്ങൾ വാപ്പ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഒരു തുണി കൊണ്ടിരുന്ന പറഞ്ഞു. ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അത്ര കഥ എന്നോട് വല്യമ്മ പറഞ്ഞത്. എന്റെ വല്യമ്മ പറഞ്ഞെന്നൊരു കഥയാണ്. എന്ത്? തുണി എടുക്കാതിരുന്നിരുന്ന ഒരു മഹാൻ. തുണി എടുക്കാതിരുന്നിരുന്ന ആളുകളൊക്കെ മാന്യം വിചാരിക്കുന്ന ആള്. ഇനി മൈമ തല്ലുണ്ടാക്കണ്ട. തുണിക്കാതെ ഔലിയ പോവോ? തുണി എടുക്കാതെ ഔലിയാവും. തുണി എടുത്ത ഇജ്ജ ഔലിയ അല്ലല്ലോ. അപ്പൊ പിന്നെ തുണി എടുക്കാത്തൊന്നല്ലേ ഔലിയ? എടാ, തുണിയും കുപ്പായവും ഡബിൾ മുട്ടും ഒക്കെ എടുക്കണേ ഇജ്ജ ഔലിയ അല്ലെങ്കിൽ പിന്നെ തുണി എടുക്കാത്തൊന്നല്ലേ ഔലിയ? അപ്പൊ എന്ത് ചെയ്തു? മമ്പർത്ത് തങ്ങൾ വരുന്നുണ്ട്. ഇയാളെ കാണാന്ന് വിവരം കിട്ടിയപ്പോ എന്ത് ചെയ്തു? ഒരു തുണി കൊണ്ടൊരു മനുഷ്യന്മാരെ ഒരു മനുഷ്യൻ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുവരെ എന്തേ? ഈമാനു മർഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാ നാസൻ ബിഇബ്ലി മുസ്ലില. ഇതൊക്കെ ജന്തുക്കളാണ്. എന്നെ ഒരു പരിഗണിക്കൂല. എന്നെയൊന്നും പരിഗണിക്കാനല്ല. നിങ്ങളെ മസലല്ല അവർക്കതൊന്നും വിഷയം തന്നെ ഉണ്ടാവില്ല. തുണി എടുക്കാതിരിക്കാൻ പറ്റുമോ അല്ലേന്ന് പറയണ്ട. ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ടാകാം. നമുക്കറിയാത്ത വിഷയങ്ങൾ ഉണ്ടാവും. നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഒരു സംഭവം. ഒരു മുസ്ലിമായ ചങ്ങായിനെയും സൽക്കാരത്തിന് കൂട്ടിക്കൊണ്ടുപോയി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പതിവാണ്. വഅലൈക്കും സലാം എന്ന് പറയും. മുസ്ലിമീങ്ങളുടെ അടിയിലുള്ള ഒരു ചങ്ങായിയാണ്. മുസ്ലിമീങ്ങൾ ചങ്ങായിയാണ്. നല്ല കാര്യമാണ്.
മുസ്ലിമും ചങ്ങായിമാരായി നടക്കലൊക്കെ നന്മേൻ്റെ കാര്യമാണ്. ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അതൊക്കെ രാജ്യത്തിൻ്റെ നന്മയാണ്. അങ്ങനെ മുസ്ലിമായ ഒരു പുതിയാപ്പളിൻ്റെ സൽക്കാരത്തിന് ഒരു അമുസ്ലിമായ സഹോദരന് വന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ നിസ്കരിച്ചിട്ട് മതി പിന്നെ ചോറ് വിളമ്പലേറും. അപ്പം ഇനി എന്താ കാട്ടുക? ബനോട് ഒരു പറഞ്ഞു, ഞങ്ങളൊക്കെ നിസ്കരിക്കാൻ കയറുമ്പോൾ ഞങ്ങളൊപ്പച്ചോടെ കയറിക്കളാ, ഞങ്ങൾ കാട്ടുമണിച്ച് കാട്ടിക്കളാന്നും പ്രശ്നമില്ല. അങ്ങനെ ഓൻ എന്ത് ചെയ്തു? ഖിയാമുൽ റുക്കൂഉം സുജൂദൊക്കെ കഴിഞ്ഞ് അവസാനം മൂല്യര് സലാം വിട്ടു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോ ഉറക്കെ വഅലൈക്കും സലാം. കാരണം ഓൻ സലാം പറഞ്ഞ ഉടനെ മടക്കുന്ന ആളാണ്. അതില് ഇവര് പള്ളിയിൽ ഇറങ്ങിയപ്പോ എല്ലാവരും ഇവരെ തുറച്ചു നോക്കുക. ഇവന്ന് മനസ്സിലായതില്ല, സലാം മടക്കിയിട്ടിപ്പം തുറച്ചു നോക്കണം എന്തിനാ? അതിലിപ്പം ഇവര് പുറത്തിറങ്ങിയപ്പം ഞങ്ങൾ മാനം കെടുത്തിയല്ലോ, എന്തിനാ അവിടെ? അപ്പം പറഞ്ഞു, നിങ്ങളൊരു മടക്കാൻ പാടില്ലാത്ത സലാം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ടേ? എനിക്കറിയില്ലല്ലോ, ഞാൻ ഏത് സലാം മടക്കാൻ പാടില്ലെന്നല്ല വിചാരിച്ച്. മനസ്സിലായി? ഇതാണിപ്പോ നമ്മളെ അറിവ്. നമ്മക്കിപ്പോ മടക്കാൻ പാടില്ലാത്തൊരു സലാം അറിയില്ല. ആ മസലയിൽ ഇപ്പൊ നമ്മളുള്ളൂ. അപ്പൊ തുണി എടുക്കാൻ പറ്റാത്തൊരു മസല വേറെ ഉണ്ടാവും, അത് നമുക്കറിയില്ല. എനിക്ക് ഇനി കണ്ണും തലയും കാട്ടി അത് കബറാണ്, അത് മറ്റതാണ്, അത് ഹറാമാണ്, ഹറാമ് 40 ദിവസം നിശ്ചയിച്ച കബറാണ്. അതൊക്കെ എന്റെ ഓളോട് പറഞ്ഞു. അന്ന് ഇജു എന്റെ ഓളും കൂടി പറഞ്ഞാളാ. നമ്മക്ക് ഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. ഇവന്നെ പോലത്തെ ആളുകൾ നമ്മൾ കൂടി കുത്തരുന്ന എന്ത് പറയാ, ആ ഉറത്ത് മറക്കൽ നിർബന്ധമാണ്. അത് എനിക്കും എനക്കുള്ള മസലയാണ്. അതിനപ്പുറത്തോ എനിക്കറിയില്ല. അപ്പൊ ലോകത്തേക്ക് ഞാൻ പോയിട്ടില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. അവിടെ മസല വേറെ ഉണ്ടാവും, ആ ലോകം വേറെ ഇരിക്കും, ആ ഡൈമെൻഷൻ വേറെ ഇരിക്കും. നമുക്കതിനെ പറ്റി അറിയില്ല. അതൊന്നും അല്ല മനുഷ്യന്റെ വാജിബ്. മനുഷ്യന് 3 കൊല്ലത്ത് വെള്ളം വേണോ, 30 കൊല്ലത്ത് വെള്ളം വേണോ, ഇതൊന്നല്ല. മനുഷ്യന് അള്ളാഹുവിനെ അറിയാന്നുള്ളത്. അള്ളാഹ് മനുഷ്യനെ പടച്ചതൈന. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അത് അള്ളാന്റെ ആരിഫീങ്ങളാ. അവർ അള്ളാന്റെ ഖലീഫമാരുവാ. അവരല്ലാന്റെ ഖലീഫമാരാ. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവർ ഉരസുന്നത് അള്ളാനെ കിട്ടാൻ വേണ്ടിയാണ്. അവർക്ക് സ്വർഗം ലക്ഷ്യമല്ല. വലാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി. നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് എത്രയും പെട്ടെന്ന് മഹദി ഇറങ്ങി കിട്ടണം. എന്തേ? ഇപ്പം എല്ലാവരും പറയും മഹദി മാമ എന്നാ വരിക. ഞാൻ മഹദി മാമൻ്റെ മൂത്താപ്പാൻ്റെ മകനാന്നുള്ള ആൾക്കാർ ഓരോരുത്തരും ചോദിക്കുന്നത്. എല്ലാരും എന്നോട് ചോദിക്കിടക്കിടക്ക്, അല്ല മഹദി മാമ എന്നാ വരിക? ഓന്റെ വിചാരം ഞാൻ മഹദി മാമന്റെ ഓഫീസിൽ നിന്നാ വന്നതെന്ന. മഹദി മാമ അടുത്തൊന്നും വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു നിലക്ക് നോക്കിയാൽ വരാൻ സാധ്യതയുമില്ല. കാരണം എന്താ? എന്തിനാണ് ഇപ്പൊ നമുക്ക് മഹദി ഇമാമിനെ പറയും? നമ്മൾക്ക് എന്തിനാ പോ മഹദി ഇമാമിനെ പറയും? നമ്മൾക്ക് എന്തിനാ മഹദി ഇമാമിനെ? നമ്മൾ തല്ലും പേടിയും പള്ളിക്കമ്മറ്റിയും പിന്നെ ഗ്രൂപ്പും കഴിഞ്ഞാൽ പള്ള നിറച്ച് മന്തിയും ഇങ്ങനെ തിന്ന് നടക്കുക. പെരിയ കുതിർന്ന് മന്തി ഒന്നും പള്ളിയിൽ പോയി തല്ലുണ്ടാക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്. ഇതന്നെ. ഇതെന്തുകൊണ്ടേ നമുക്ക് സുഖമാണ്. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് പള്ളിയിലൊന്നും ഇങ്ങനെ തല്ലില്ല. 2-3 കാരണന്മാർ നമ്മൾ തെറ്റും. നാടന്മാർക്ക് ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഓർക്കായിരുന്നു അന്ന് സുഖം ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ തെറ്റും. ഇന്ന് എല്ലാവർക്കും സുഖമാണ്, അതുകൊണ്ട് എല്ലാവരും നമ്മൾ തെറ്റും. പണ്ട് പള്ളീന്റെ ജനറൽ ബോഡി തന്നെ അല്ല. എന്തുകൊണ്ട്? ജനറൽ ബോഡി തന്നെ ആരെ ഇരിക്കണം? ഇന്ന് ജനറൽ ബോഡിക്കേ പള്ളിയിൽ ആളുള്ളൂ. ഇന്ന് പള്ളിക്ക് ജനറൽ ബോഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമാ സലാം വിട്ടിയാൽ പായി എല്ലാവരും. ജനറൽ ബോഡി ഉണ്ട് അവിടെ കുത്തിർക്കും. എന്തുകൊണ്ട്? ഒച്ചമുടി ഉണ്ടാക്കാം. ഓൻ കോൺഗ്രസ് ആണ്, ബൻ ലീഗാണ്, ബൻ ലീഗിന് ഈ പാർട്ടിയാണ്, മറ്റേ എ പാർട്ടിയാണ്, മറ്റേ ഇക്കാണ്, എ പി ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ണി വേറെ എത്ര തളച്ചാലും വേകാത്ത വേറെ സൈസ് ഉണ്ണികളുണ്ടാവും. ആ ഉണ്ണിയാണ്. അപ്പൊ ഈ ജാതി ഉണ്ണികളെല്ലാവരും കൂടിയിട്ട് ഇരിക്കുന്ന സദസ്സാണ് ഏത്? ജനറൽ ബോഡി. പഴയകാലത്ത് ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ജനറൽ ബോഡിക്ക് ഇരുന്നത്? എന്തിനാ ജനറൽ ബോഡിക്ക് ഇരുന്നത്? നമുക്ക് സുഖാണ്. നല്ല പോത്തിറച്ചി 26 ആളുള്ള പെരിയക്ക് ഞങ്ങൾ വാങ്ങിയത് 1 കിലോ ഇറച്ചിയാണ്. എന്നിട്ട് 2 ആളുള്ള പെരിയക്ക് 4 കിലോ ഇറച്ചിയാണ് വാങ്ങുന്നത്. 26 ആളുള്ള തറവാട്ടില് വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങും. എത്ര? 1 കിലോ. അത് രാവിലെ വെള്ളിയാഴ്ച മദ്രസ ഇല്ലാത്തോണ്ട് ഓടണം. ഓടിയിട്ട് ഇറച്ചി വാങ്ങിക്കൊണ്ടു കൊടുക്കണം വല്യമ്മക്ക്. എന്നിട്ട് സ്കൂൾക്ക് ഓടണം.
എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇറച്ചിന്റെ കറി കിട്ടല് 5 മണിക്കാണ്. അപ്പൊ കറി കിട്ടിയാൽ തന്നെ ആസീനോദം. 26 വലിയ മനുഷ്യന്മാർക്കാണോ 1 കിലോ ഇറച്ചി. ഇപ്പോഴോ അതും ആഴ്ചയിലൊരിക്കൽ വാങ്ങുള്ളൂ. ഇപ്പൊ ദിവസം ഇറച്ചി വാങ്ങാ. എത്ര എനിക്ക് തോന്നിയത്. എന്തുകൊണ്ട്? പൈസക്ക് കുറവൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നേരത്തെ ആരോട് വരണം? മഹദിമാമൻ വരണം. അപ്പൊ നമുക്ക് എന്തായി? നമുക്ക് മഹദിമാമനോട് നമുക്ക് ഓരോരുത്തർക്കും ഇതാ തന്നെ രാവിലെ മൗലൂദിന്റെ പേരിലാണ്. അപ്പൊ മഹദിമാമ മൗലൂദിന് വന്ന് അത് കഴിഞ്ഞാൽ പോത്തിറച്ചിയും ചോറും ഒരു മട്ടലിളക്കിയും ഒക്കെ കൊണ്ട് നല്ല ചോറും ഒക്കെ കൊടുന്ന് അപ്പോൾ സലാമ വിളിച്ച് ഇനി 4 മണിക്കൊരു മൗലൂദ്. കാരണം മഹദിമാമിന് കുറച്ച് ദിവസങ്ങളിലുള്ളൂ പണി. പിന്നെ നെജ്ജാലിനെ കൊണ്ട് മരിച്ചും പോകും. അതിൻ്റെ ഇടയിൽ നമ്മളെ മൗലൂദൊക്കെ കഴിയണം. അപ്പം നമ്മൾ പിന്നെ മഹദിമാമിന് നമ്മൾ ചോറുണ്ടാക്കുന്ന പണിയാണ്. ഇപ്പോൾ മഹദിമാമ വരികയാണെങ്കിൽ മൗലൂദോട് അല്ലാത്തൊരു പണി ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മരിച്ചു പോകണം. മരിച്ചിട്ട് നമുക്ക് എന്താ കിട്ടാൻ പോണ്? പറയാങ്ങായിമാരെ, എന്തിനാണ് നമ്മൾ മരിക്കണം? സ്വർഗം കിട്ടാൻ. എന്താ സ്വർഗത്തിലുള്ളത്? അവിടെയുള്ളത് ഈ മന്തിയൊക്കെ തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഇവിടെയും മന്തി അവിടെയും മന്തി, മന്തിയോട് മന്തി, അവിടെയും മന്തി. അവിടെ പിന്നെ മന്തി മറ്റേ മെഷീനിലിട്ടൊന്നും വേണ്ട. നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതാവും. അപ്പം പിന്നെ പക്ഷി എന്താ പൊരിഞ്ഞ് വരച്ച് പറഞ്ഞ അപ്പൊ പൊരിഞ്ഞു വന്നു. അപ്പൊ ഭയങ്കര സുഖം. തളച്ച് പൊരിയുന്ന വരെ കാത്തിക്കേണ്ട ആവശ്യമില്ല. ഈ ജായി പോന്തായിളല്ലേമാരെ നമ്മൾ ഒലാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി. അവർക്ക് സ്വർഗം പോലും ലക്ഷ്യമല്ല. ആർക്ക്? അള്ളാന്റെ ആരിഫ്യങ്ങൾക്ക് സ്വർഗവും ലക്ഷ്യമല്ല. അവർക്ക് ആര് മാത്രം ലക്ഷ്യം? അള്ളാഹു. അവർക്ക് അള്ളാഹ് തിരിഞ്ഞു. മറ്റേ ജസദ് നമ്മൾ എന്താണ്? നമ്മൾ മഹബൂസിലാണ്. എന്തിൽ മഹബൂസിലാണ്? ഷഹ്വാത്തിന്റെ നഫ്സിൽ മഹബൂസിലാണ്.